നമസ്കാരം. നമുക്കിന്ന് ഇന്ത്യയെപ്പറ്റി കൂടുതൽ രസകരമായ കാര്യങ്ങൾ കേട്ടാലോ. ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല BC 700 തക്ഷശിലയിൽ സ്ഥാപിതമായി. ലോകമെമ്പാടുമുള്ള 10,500-ലധികം വിദ്യാർത്ഥികൾ 60-ലധികം വിഷയങ്ങൾ പഠിച്ചു. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച നളന്ദ സർവകലാശാല വിദ്യാഭ്യാസ മേഖലയിൽ പുരാതന ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിരുന്നു. മനുഷ്യരാശിക്ക് അറിയാവുന്ന ആദ്യത്തെ വൈദ്യശാസ്ത്ര വിദ്യാലയമാണ് ആയുർവേദം. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ചരകൻ 2500 വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദത്തെ ഏകീകരിച്ചു. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഭരണകാലം വരെ ഇന്ത്യ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ത്യയുടെ സമ്പത്തിൽ ആകൃഷ്ടനായ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയെ അബദ്ധത്തിൽ കണ്ടെത്തിയപ്പോൾ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം തേടി വന്നതാണ്. നാവിഗേഷൻ എന്ന വാക്ക് തന്നെ നവഗതി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഈ ചാനൽ സബ്സ്ക്രൈബ് എന്ന വാക്ക് പ്രയോഗിക്കുന്നത് നാവിഗേഷൻ എന്ന വാക്ക് തന്നെ നവഗതി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. നേവി എന്ന വാക്ക് നൗ എന്ന സംസ്കൃത പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാസ്കരാചാര്യ കൃത്യമായി കണക്കാക്കി. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഭൂമി സൂര്യനെ ചുറ്റാനെടുത്ത സമയം 365.2587 ദിവസമായിരുന്നു. പൈയുടെ മൂല്യം ആദ്യമായി കണക്കാക്കിയത് ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ബുദ്ധയാനിയാണ്. പൈതഗോറിയൻ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ആശയം അദ്ദേഹം വിസ്തീകരിച്ചു. യൂറോപ്യൻ ഗണിതശാസ്ത്രജ്ഞർക്ക് വളരെ മുമ്പ് തന്നെ അദ്ദേഹം അത് വിസ്തരിക്കുകയുണ്ടായി. 6-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം അത് കണ്ടെത്തി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് കുറച്ച് രസകരമായ കാര്യങ്ങൾ കേൾക്കാം. ആദ്യമായി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യവും അത് ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യത്തെ ഗ്രാനൈറ്റ് ക്ഷേത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള ബൃഹദേശ്വര ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ശിവകരം 80 ടൺ ഭാരമുള്ള ഒരു ഗ്രാനൈറ്റ് കഷ്ണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജരാജ ചോളന്റെ ഭരണകാലത്ത് വെറും 5 വർഷത്തിനുള്ളിൽ ഈ മനോഹരമായ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ക്രിക്കറ്റ് മൈതാനം ഹിമാചൽ പ്രദേശിലെ ചൈലിയിലാണ്. 1893 ഒരു കുന്നിൻ മുകളിൽ നിരപ്പാക്കിയ ശേഷം നിർമ്മിച്ച ഈ ക്രിക്കറ്റ് പിച്ച് സമുദ്രനിരപ്പിൽ നിന്ന് 2444 മീറ്റർ ഉയരത്തിലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളതും ഇന്ത്യയിലാണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ്. എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് തിങ്ക് അബൌട്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യയെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ. കഴിഞ്ഞ 5000 വർഷങ്ങൾക്ക് മുമ്പ് പല സംസ്കാരങ്ങളും നാടോടി വനവാസികളായിരുന്നപ്പോൾ ഇന്ത്യക്കാർ സിന്ധു താഴ്വരയിൽ ഹാരപ്പൻ സംസ്കാരം സ്ഥാപിച്ചു. ആദ്യകാല കുടിയേറ്റക്കാരുടെ വാസസ്ഥലമായ സിന്ധു നദിയിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ആര്യൻ ആരാധകർ സിന്ധു നദിയെ സിന്ധു എന്നാണ് വിളിച്ചിരുന്നത്. പേർഷ്യൻ ആക്രമണകാരികൾ അതിനെ ഹിന്ദുവാക്കി മാറ്റി. ഹിന്ദുസ്ഥാൻ എന്ന പേര് സിന്ധുവിനെയും ഹിന്ദുവിനെയും സംയോജിപ്പിച്ച് ഹിന്ദുക്കളുടെ നാടിനെ സൂചിപ്പിക്കുന്നു. ചെസ് കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ബീജഗണിതം, ട്രിഗ്നോമെട്രി, കാൽക്കുലസ് എന്നിവ ഇന്ത്യയിൽ ഉത്ഭവിച്ച പഠനങ്ങളാണ്.